വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനുജ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ മക്കളെ, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മൂൺ ആൻഡ് സ്റ്റാർ അല്ലെങ്കിൽ തിങ്കളും താരങ്ങളും എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ ആകാശത്തെ കുറെ വിസ്മയങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ സൂര്യനെ പറ്റി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ നമ്മുടെ എർത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് മാത്രമല്ല, നമ്മൾ മൂണിനെ പറ്റി ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന 3 ചിത്രങ്ങൾ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ഈ ഓരോ 3 ചിത്രത്തിലും നമ്മുടെ മൂണിന്റെ ആ ഒരു ഷേപ്പിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ മൂണിന്റെ ആ ഒരു പൊസിഷനിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ഈ 3 ചിത്രത്തിലും നിങ്ങൾക്ക് ഒരു കുട്ടി ചന്ദ്രനെ 3 വ്യത്യസ്ത ദിവസങ്ങളിൽ നോക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഇവിടെ സിറ്റുവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം അല്ലെ. ഒന്നാമത്തെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മുടെ മൂണെന്ന് പറയുന്നത് ഒരു തേങ്ങാപ്പൂൾ പോലെയാണ്. അത് മാത്രമല്ല, മൂണെന്ന് പറയുന്നത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മുടെ മൂണെന്ന് പറയുന്നത് അർദ്ധവൃത്താകൃതിയിലാണ് അല്ലെ. വേണമെങ്കിൽ നമുക്ക് ഹാഫ് മൂൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് മാത്രമല്ല, തലയ്ക്ക് മുകളിലായിട്ടാണ് ആ ഒരു ചിത്രത്തിൽ നമുക്ക് മൂണിന്റെ പൊസിഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അത് മാത്രമല്ല, സി എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ചിത്രത്തിൽ നിങ്ങൾക്ക് മൂണിനെ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ മൂണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഈ 3 ചിത്രം നോക്കുന്ന സമയത്ത് നമുക്ക് മൂണിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതായും മൂണിന്റെ ആ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മൂണിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ മൂണിന്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഈ മൂണിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മൂണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. സാധാരണ എത്ര ദിവസം എടുത്തിട്ടാണ് നമ്മുടെ മൂണ് ഇങ്ങനെ പരിക്രമണം പൂർത്തിയാക്കുന്നത് എന്ന് ചോദിച്ചാൽ 27 1/3 ദിവസം എടുത്തിട്ടാണ് പരിക്രമണം പൂർത്തിയാക്കുന്നത്. ഇതേ ദിവസം തന്നെ എടുത്തിട്ടാണ് നമ്മുടെ മൂണ് ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നതും എന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ഭൂമിക്ക് ചുറ്റും മൂൺ ഇങ്ങനെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് അതിന്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നതും, അതായത് അതിന്റെ ആ ഒരു ഷേപ്പിന് വ്യത്യാസം കാണുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായ കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ സൺലൈറ്റിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് റേസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സൺറേസ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുട്ടീനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എർത്ത്. ഈ എർത്തിന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന മൂണിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു മൂണിന്റെ ആ ഒരു സൂര്യപ്രകാശം വന്ന് പതിക്കുന്ന അളവിനനുസരിച്ച് ആ ഒരു മൂണിന്റെ എങ്ങനെയാണ് ആ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റുന്നത്, അതിന്റെ ആകൃതിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ പൊസിഷനിൽ നിങ്ങൾക്ക് മൂണിനെ ഫുൾ ഡാർക്ക് ആയിട്ട് ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മൂണിനെ കാണാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂ മൂൺ ഡേ, അല്ലെങ്കിൽ നമ്മൾ കറുത്ത വാവ്, അല്ലെങ്കിൽ നമ്മൾ അമാവാസി എന്ന് നമ്മൾ പറയും. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, മൂണിനെ കാണാൻ പറ്റാത്ത ദിവസമാണ് ന്യൂ മൂൺ ഡേ, അല്ലെങ്കിൽ കറുത്ത വാവ്, അല്ലെങ്കിൽ അമാവാസി. പിന്നത്തെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് മൂണ് വരുമ്പോഴേക്കും മൂണിനെ കുറച്ചും കൂടി വലുതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ പൊസിഷനിൽ വരുമ്പോഴേക്കും മൂണിനെ നേർ പകുതിയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാഫ് മൂൺ, അല്ലെങ്കിൽ അർദ്ധചന്ദ്രൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നീട് നാലാമത്തെ പൊസിഷനിൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മൂണിനെ കുറച്ചും കൂടി വലുതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അഞ്ചാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് മൂണിനെ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ മൂണിനെ മുഴുവനായിട്ട് കാണുന്ന ഈ ഒരു ദിവസമാണ് നമ്മുടെ ഫുൾ മൂൺ ഡേ, അല്ലെങ്കിൽ നമ്മൾ പൗർണമി, അല്ലെങ്കിൽ നമ്മൾ വെളുത്ത വാവ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പൊസിഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. ഏതൊക്കെ പൊസിഷൻ ആണ് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പൊസിഷൻ 1 എന്ന് പറയുന്നത് ന്യൂ മൂൺ ആണെന്നും, പൊസിഷൻ 3 എന്ന് പറയുന്നത് ഹാഫ് മൂൺ അല്ലെങ്കിൽ അർദ്ധചന്ദ്രനാണെന്നും, പൊസിഷൻ 5 എന്ന് പറയുന്നത് ഫുൾ മൂൺ അല്ലെങ്കിൽ പൗർണമിയാണ് എന്നും നിങ്ങൾ പഠിച്ചു വെക്കുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായും കാണുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യം കൂടി നമ്മൾ പഠിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ പൊസിഷൻ 1 എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ മൂൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ കറുത്ത വാവാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പൊസിഷൻ 5 എന്ന് പറയുന്നത് മൂണിനെ മുഴുവൻ കാണുന്ന ദിവസം, അതായത് നമ്മുടെ ഫുൾ മൂൺ ആണ് എന്നും നമ്മൾ പറഞ്ഞു.
അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ പറയുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ന്യൂ മൂണിൽ ഒട്ടും കാണാൻ സാധിക്കുന്നില്ല, പിന്നെ ഫുൾ മൂണിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി കാണാൻ പറ്റി, പിന്നെ ഇതാ കുറച്ചും കൂടി കാണാൻ പറ്റി, പിന്നെ ഇതാ കുറച്ചും കൂടി കാണാനായിട്ട് സാധിച്ചു, ഫുൾ മൂണിലേക്ക് എത്തുമ്പോൾ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിച്ചു. അതായത് ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് പോകുമ്പോൾ ചന്ദ്രന്റെ ആ ഒരു വലിപ്പം കൂടി വരുന്നതായിട്ട്, അല്ലെങ്കിൽ ചന്ദ്രന്റെ ആ ഒരു പ്രകാശിത ഭാഗം കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൃദ്ധി അല്ലെങ്കിൽ വാക്സിംഗ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിഞ്ഞ്, അതായത് ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് വരികയാണ് എന്ന് വിചാരിക്കുക. ഫുൾ മൂൺ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് മൂണിനെ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഇതാ കുറച്ചു ഭാഗം മാത്രമേ മൂണിനെ കാണാൻ പറ്റുള്ളൂ, പിന്നെ നേർ പകുതിയായിട്ടാണ് മൂണിനെ കാണാൻ പറ്റുന്നത്, പിന്നെ കുറച്ചും കൂടി ആ ഒരു വലിപ്പം കുറഞ്ഞ മൂണിനെ കാണാൻ പറ്റുന്നു, ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഇവിടെ മൂണിനെ കാണാനേ പറ്റാതാകുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? യെസ്, വാണിംഗ് അല്ലെങ്കിൽ ക്ഷയമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതേ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വാക്സിംഗ് ആൻഡ് വാണിംഗ് അല്ലെങ്കിൽ വൃദ്ധി ക്ഷയങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പൊ എന്താണ് വൃദ്ധി, എന്താണ് ക്ഷയം, ഓക്കെ, എന്താണ് വാണിംഗ് ആൻഡ് എന്താണ് വാക്സിംഗ്, നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കുക. ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് വരുന്ന സമയത്താണ് വാക്സിംഗ് അല്ലെങ്കിൽ വൃദ്ധി സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വാണിംഗ് അല്ലെങ്കിൽ ക്ഷയം സംഭവിക്കുന്നത്. അപ്പൊ ഇത് നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ നിർബന്ധമായും വരുന്നതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻ ഒന്നും കൂടി മുഴുവനായിട്ട് ആദ്യം തൊട്ട് കാണുക, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പൊ ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മുഴുവൻ മാർക്കും നേടാനുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.